ഹലോ, വെൽക്കം ടു മൈ ഡ്രീം വേൾഡ്. അപ്പം ഞാൻ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നത്. ഇന്ന് ജന്മാഷ്ടമി പ്രമാണിച്ച് നമ്മൾ ഏത് കുട്ടീനെ നല്ല സൂപ്പർ കൃഷ്ണനായിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത്. പക്ഷേ അവൻ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല. പഴയ പോലെ തന്നെ മാവിൻ്റെ അവസ്ഥ തന്നെയാണ്. എന്നാലും ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓടക്കുഴൽ കൊടുത്തപ്പോൾ പുള്ളിക്ക് എന്തൊക്കെയോ കാലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നോക്കിയപ്പോൾ വേറെ എന്തൊക്കെയോ രീതിയിൽ വയ്ക്കുന്നത്. ഓടക്കുഴലൊക്കെ എറിഞ്ഞു. പിന്നെ പിന്നിലൊരു മാല ഞാൻ കഷ്ടപ്പെട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ എത്രയും പെട്ടെന്ന് ഇത് വലിച്ചെറിയുന്നൊരു ടെൻഷനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കണമെന്നാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കണത്. ആക്ച്വലി അവൻ ലിറ്റിൽ ഭീം എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും എല്ലാ കുട്ടികൾക്കും ലിറ്റിൽ ഭീം ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് ലിറ്റിൽ ഭീമിൻ്റെ പോലെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നതാട്ടോ. ഇനി ചില കോമാളിത്തരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ലിറ്റിൽ ഭീമിൻ്റെ. പിന്നെ ഓടക്കുഴൽ കൊടുക്കുമ്പോൾ പുള്ളിക്ക് ഓടക്കുഴൽ പിടിക്കാൻ പറ്റില്ല, അത് എടുത്ത് എറിയുന്നതാണ് പുള്ളിയുടെ പരിപാടി. ഇപ്പോൾ അവിടുത്തെ വെച്ച് അതേ എറിഞ്ഞു. പിന്നെ താഴെ ഒന്നും നിൽക്കാൻ വയ്യ, പുള്ളിക്ക് ടേബിളിൽ കയറി നിൽക്കണം. അങ്ങനെ പിടിച്ച് ടേബിളിൽ പുറത്ത് കയറ്റത്. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ജന്മാഷ്ടമിയായിട്ട് ഇന്നൊരു ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവനെ ഒന്ന് റെഡിയാക്കാം, അവൻ്റെ കളികളും ഇതൊക്കെ ഒന്ന് ചെയ്യാം, അങ്ങനെ വിചാരിച്ചോളൂ. പിന്നെ ഇത് നല്ല ഡ്രസ്സല്ല, ഇത് റെഡിമെയ്ഡ് ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, റെഡിമെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു ജാക്കറ്റ് ഉണ്ട്, ഒരു കുർത്തയുണ്ട്. ഇത് ആക്ച്വലി ഓവർകോട്ടാണ്. ഞാനത് ഓവർകോട്ടും അതിൻ്റെ ധോത്തിയും പിന്നെ ഈ ഒരു ഷോള് ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വിഷുവിൻ്റെ അന്ന് വെച്ചതാണ്. അവിടെ മഞ്ഞപ്പട്ട് വേണമല്ലോ, അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് വിഷുവിൻ്റെ അന്ന്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ഗോപിക്കുറിയൊക്കെ തൊട്ടു. പിന്നെ തലയിൽ ഒരു സംഭവം വെക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ. അപ്പോൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, ഇങ്ങനെ ലോങ് വീഡിയോസ്, ഞങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നത്, ഇപ്പോൾ കോമഡി വീഡിയോസ് അങ്ങനത്തെ. അപ്പോൾ അതെല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. പിന്നെ നമുക്ക് കുറച്ച് നാളായിട്ട് ഒരു ലാഗ് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അധികം ടൈം കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് വീഡിയോസിൻ്റെ കൗണ്ടൊക്കെ കുറയുന്നത്. പിന്നെ എന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ഇടും. മോസ്റ്റ്ലി ഞങ്ങൾക്ക് ഒന്നിച്ചൊരു വീക്കെൻഡ് അങ്ങനെയൊന്നും കിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങൾ കിട്ടുന്ന മാക്സിമം ടൈം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. പിന്നെ ഏത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഈ റെഡി ആവണതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ അരയിൽ കെട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് ഇപ്പം അവൻ കുറച്ച് ആക്ഷൻസൊക്കെ കാണിക്കട്ടെ, എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്, പിന്നെ നല്ലതാണെന്നൊക്കെ കാണിക്കും. പിന്നെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായെങ്കിൽ നല്ല സൂപ്പറാണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിടാൻ ഭയങ്കര കൊതിയാണ് പുള്ളിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ കുറച്ചിങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. 1 2 3 4 5 ഒക്കെ പറയും. അവനിപ്പം 2 വയസ്സാവാറായി കേട്ടോ. അടുത്ത മാസം അവൻ്റെ ബർത്ത്ഡേ. അപ്പം 2 വയസ്സാവാറായി. അപ്പോൾ അതിൻ്റേതായ കുറച്ചൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു തുടങ്ങും. പിന്നെ എല്ലാവരെയും പുള്ളി അപ്പ അമ്മ അങ്ങനെയൊന്നും വിളിച്ചു തുടങ്ങിയില്ല, എന്തൊക്കെയോ വാക്കുകൾ ഇങ്ങനെ പറയും. പിന്നെ അധികം പുള്ളിക്ക് പോയംസും അതൊക്കെയാണ് പുള്ളിക്ക് അറിയുന്നത്. പോയംസ് അറിയാം, പിന്നെ 1 2 3 അറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അമ്മ അപ്പ അങ്ങനെയൊന്നും വിളിക്കില്ല. ആളിപ്പോൾ എന്തൊക്കെയോ ഉദ്ദേശിച്ച് വിളിക്കും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല എന്താന്ന്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം കണ്ടില്ലേ, കുറുമ്പ് കണ്ടില്ലേ, അതെടുത്ത് എറിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ പേരിങ്ങനെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ തന്നെ ഇങ്ങനെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെയുള്ള മീൻസ് അവരുടെയൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചിരുന്നു ഞങ്ങൾ എവിടെയാണ് എന്നൊക്കെ. അപ്പം ഞങ്ങൾ ബേസ്ഡ് മുംബൈയിലാണ്. ഓക്കെ, ഞാൻ, അച്ഛൻ, അമ്മ, ഏതു, പിന്നെ അമൽ, ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്. പിന്നെ അതുപോലെയൊക്കെ തന്നെ. പിന്നെ ഞാൻ ഇതൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് അങ്ങനെയൊന്നും വിചാരിച്ചത്. നമ്മൾ നമ്മുടെ ഒരു ഫാമിലിയോട് ഷെയർ ചെയ്യുന്ന പോലെയാണ് ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെയും അതുപോലെ തന്നെ കാണുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഷെയറും സപ്പോർട്ടും ലൈക്കും പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഞങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ.
പിന്നെ ഏത് കുട്ടി ആണ് ഞങ്ങളുടെ ഇന്നത്തെ സ്വപ്നം. അപ്പോൾ അവൻ എന്താ ഇങ്ങനെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അവൻ കഴിഞ്ഞ വർഷം ഞാൻ 1.5 വയസ്സിലെ മാവേലിയായിട്ട് ഡ്രസ്സ് ചെയ്ത്, 1 വയസ്സിൽ കേട്ടോ, ബർത്ത്ഡേക്ക് മുമ്പായിട്ട് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവന് 2 വയസ്സായി. അപ്പോൾ രണ്ടാമത്തെ പിറന്നാളിന് മുമ്പായിട്ട് കൃഷ്ണനായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ഇതൊക്കെ സ്വീറ്റ് മെമ്മറീസ് അല്ലേ, കുട്ടി സ്വീറ്റ് മെമ്മറീസ് ആകുമ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, ബട്ട് നമ്മൾ അതിൻ്റെ പുറകെ ഒത്തിരി എഫേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവനും അങ്ങനെ കോപ്പറേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശരി, ടാറ്റ, ബൈ.